തംബ്നെയിൽ കണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. യൂറോപ്പ ലീഗ് ഫൈനൽ അങ്ങനെ കഴിഞ്ഞു. ടോട്ടൻഹാം 1, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0. ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ഞാൻ വിചാരിച്ചു ഈ യൂറോപ്പ ലീഗ് ഫൈനൽ തോറ്റാൽ എനിക്ക് ഭയങ്കര വിഷമാവുന്നോ, എനിക്ക് ഭയങ്കര ഹേർട്ടാവുന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഹേർട്ടായില്ല, അത്ര ഇമോഷണൽ ആയില്ല. ഒരു നത്തിങ്നെസ്. കളി കഴിഞ്ഞു, കളി തോറ്റു, ഓക്കെ എന്നുള്ള ഫീലിംഗാണ്. എനിക്ക് ആ ഫുട്ബോളിനോടും യുണൈറ്റഡിനോടുള്ള പാഷൻ തന്നെ ഈ സീസൺ. കളി തോറ്റാൽ എന്താ, ഈ സീസൺ എത്ര കളി തോറ്റിട്ടുണ്ട്, ഒരേ ഗെയിമും കൂടെ തോറ്റു, അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് യുണൈറ്റഡിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ അധികം വറീഡ് ആവണില്ല. കാരണം ബോർഡ് മെമ്പേഴ്സിനും മാനേജ്മെൻറ്റ് സ്റ്റാഫിനും പ്ലെയേഴ്സിനും ഇല്ലാത്ത കൺസേണൊന്നും എനിക്കും വേണ്ടെന്നുള്ളതായി. ഇൻ കേസ് ഏതെങ്കിലും യുണൈറ്റഡ് ഫാൻസ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. കാരണം ഈ പ്ലെയേഴ്സിന് എന്തായാലും കളിച്ചാനുള്ള കാശ് കിട്ടും. നമ്മളെ ഫാൻസ് ഇട്ട ഒരു എനർജിക്കും ടൈമിനും മാത്രമാണ് ഒരു വിലയില്ലാത്തത്. ഈ കളി കാണുന്നതിനെക്കാട്ടും ഭേദം കിടന്ന് ഉറങ്ങണതായിരുന്നു. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. വെറുതെ 2-3 മണിക്കൂർ ഉറക്കം കളഞ്ഞു. അത് ബാർസ ഇന്റർ പോലത്തെ ഒരു എൻ്റർടൈനിങ് കളിയാണെങ്കിൽ ഞാൻ പോട്ടേനെ വെച്ചേനെ. ഇത് എൻ്റെ ദൈവമേ. ആൻഡ് ടോട്ടൻഹാം 2008 അവർ അവസാനമായിട്ടുള്ള ട്രോഫി വെച്ചത്. ആ ഒരു 17 വർഷത്തിൻ്റെ ഡ്രൗട്ട് എൻഡ് ചെയ്ത് അവർ ഫൈനലി കപ്പ് വിന്നേഴ്സ് അയക്കണം. അതും ഒരു യൂറോപ്യൻ കപ്പ് വിന്നർ. പോസ്റ്റക്കോഗ്ലു പറഞ്ഞു ഏത് ക്ലബിലാണെങ്കിലും പുള്ളിയുടെ സെക്കൻഡ് സീസണിൽ പുള്ളി ട്രോഫി ജയിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ പുള്ളി ചെയ്തു. സത്യം പറഞ്ഞാൽ ലൈനപ്പ് വന്നപ്പോൾ തൊട്ടേ കളി പോക്കായിരുന്നു. ഈ ഫുൾ യൂറോപ്യൻ റണ്ണിൽ ബ്രൂണോ ഫെർണാണ്ടസ് നമ്പർ 10 ആണ് കളിച്ചത്. ആൻഡ് ഇന്ന് പുള്ളി മിഡ്ഫീൽഡിൽ കസിമീറോനെ പാർട്ണർ ചെയ്തേക്കണു. വൈ? എന്താ റീസൺ എന്ന് ആർക്കും അറിയില്ല. അമോറിമിനോട് ഞാൻ ചോദിക്കേണ്ടി വരും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഓരോ മാനേജർ ഡിസിഷൻസിൽ ഭയങ്കര ആംഗ്രി ആവുമായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിൽ ഗായ്. പണ്ടൊക്കെ യുണൈറ്റഡിൻ്റെ മാച്ച് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഞാനിരുന്ന് ഫുള്ളും ലൈവ് കാണുമായിരുന്നു. പക്ഷേ ഈ സീസണും കഴിഞ്ഞ സീസണും ഞാൻ കുറേ മാച്ച് അങ്ങ് സ്കിപ്പ് ചെയ്തു. ആകെ വല്ല ബിഗ് ഗെയിമോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കപ്പ് ഫൈനലൊക്കെയാണ് ഞാൻ മെയിൻലി കണ്ടത്. ആൻഡ് മിക്കവാറും അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇനി ഫ്യൂച്ചറിലേക്കും. ലീഗ് ഫുള്ളും സാക്രിഫൈസ് ചെയ്ത് യൂറോപ്യൻ കപ്പ് ജയിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഇപ്പം ലീഗും ഇല്ല, യൂറോപ്യൻ കപ്പും ഇല്ല, ചാമ്പ്യൻസ് ലീഗും ഇല്ല. 16ാം സ്ഥാനം കേട്ടോ ഇപ്പോൾ ഉള്ളത്. 16. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇംഗ്ലണ്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്ബാണെന്നും കൂടെ ആലോചിക്കണം. വല്ല റയൽ മാഡ്രിഡിലാണ് ഈ അവസ്ഥ പറഞ്ഞെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ഫാൻസ് അവരുടെ പ്ലെയേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും എല്ലാത്തിനെയും ആ ബെർണബാവിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് സ്റ്റേഡിയത്തിന് തീ വച്ചേനെ. അത്രയൊക്കെ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ റിയാക്ഷൻസ് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഫീലിങ്സ് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് വേണമെങ്കിൽ അടുത്ത സീസൺ യുണൈറ്റഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഹോപ്പ് വയ്ക്കുക. എനിക്ക്